നിങ്ങളവിടെ കഥയും വായിച്ചിരുന്നു. ഓ, ഒരു കുലുക്കം ഇല്ലാണ്ട് ഇരിക്കണ കണ്ടില്ലേ? അമ്മേ, അച്ഛൻ എന്താ ഇങ്ങനെ? അതെ, നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ? നിങ്ങളുടെ മോന്റെ സ്കൂളിൽ നിന്ന് ഒരു ബില്ല് വന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ സ്കൂളിൽ പോയിട്ട് അത് വാങ്ങിച്ചോണം. അതിനിപ്പോ സ്കൂൾ അടച്ചതല്ലേ ഉള്ളൂ. ഇനി സ്കൂൾ തുറക്കാൻ വേണ്ടി ഒരു 1.5 മാസം കൂടെ കിടക്കുക. സ്കൂൾ അടച്ചാലും ഇല്ലേലും ബില്ലിന് മാത്രം ഒരു കുറവുമില്ല. KSEB പോലും 2 മാസം കൂടുമ്പോഴാണ് ബില്ല് തരുന്നത്. നിങ്ങൾ പോയി ബുക്കും പുസ്തകം വാങ്ങുന്നുണ്ടോ? ഇനി അതും ഞാൻ പോയി വാങ്ങിക്കണമായിരിക്കും. ഓ, ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു. കാശുണ്ടെ ഉണ്ണിയേട്ടനും, കാശില്ലെങ്കിൽ വെറുതെ ഒരു ഭർത്താവും. എന്തേലും പറഞ്ഞോ? പ്ലാൻ ബി. എടി, നമ്മുടെ മറ്റേ പഴയ തറവാടില്ലേ, ആ പൂട്ടിക്കിടക്കുന്ന, അല്ല അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടു. എന്ത് പ്രശ്നം? അത് പിന്നെ നിന്റെ ചിറ്റയുടെ മോളില്ലേ, അവള് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പെട്ടിയും കിടക്കുകയും കേട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അവര് തമ്മിൽ എന്താ പ്രശ്നം എന്നൊക്കെ അമ്മ ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു. എനിക്കറിയില്ല. ഓ, വേഗം കിടക്കാം, രാവിലെ പോയി അന്വേഷിക്കേണ്ടതാണ്. അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട്. എനിക്ക് വയ്യ. ഇത്രേ ഉള്ളൂ.